സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി തീരട്ടെ. ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈശോ സുവിശേഷത്തിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചത് വിവാദങ്ങളുടെ നടുവിലാണ്. കൈശോഷിച്ച ഒരു മനുഷ്യനെ സിനഗോഗിൽ കർത്താവ് കണ്ടുമുട്ടി. അവിടത്തേക്ക് അവനോട് അനുകമ്പ തോന്നി. അവൻ്റെ ദാരുണമായ ദുരന്തത്തിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിച്ചപ്പോഴും അന്നത്തെ യാഥാസ്ഥിതിക ഫരിസയന്മാർ കർത്താവിനോട് പറഞ്ഞിരുന്നത് സാബത്താണ്, ഇന്ന് സുഖപ്പെടുത്താൻ പാടില്ല, ഇന്ന് ജോലി ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ഈ വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് കർത്താവ് അവന് സൗഖ്യം നൽകുന്നത്. സുവിശേഷത്തിൽ കർത്താവ് അവനോട് പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ്. അവിടുന്ന് കരം നീട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ നിൻ്റെ കരം എനിക്ക് തരിക, നീ നിൻ്റെ കരം എന്നിലേക്ക് നീട്ടുക. ആ കരം പിടിച്ചുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ സൗഖ്യം പ്രാപിക്കുക. കരങ്ങൾ നീട്ടുക, നീട്ടിപ്പിടിച്ച കരത്തോട് ചേർത്ത് പിടിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാൽവരിയിലെ നിർത്തി അനുഗ്രഹിച്ച കരങ്ങൾ നീ ഇന്നും ഞങ്ങളുടെ നേരെ നിവർത്തിപ്പിടിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന ധാരാളം മനുഷ്യരെ, ഈ വചനം കേൾക്കുന്ന ധാരാളം പാവപ്പെട്ട മനുഷ്യരെ, ദുഃഖങ്ങളുടെ നടുവിലെ, നിരാശയുടെ നടുവിലെ, തിക്തതയുടെ നടുവിലെ, കർത്താവേ, നിൻ്റെ കാൽവരിയിലെ കുരിശിലേക്ക് കരങ്ങൾ നീട്ടുന്നു. കർത്താവേ, നിൻ്റെ നീട്ടിപ്പിടിച്ച കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശോഷിച്ച കരങ്ങൾ നീ കൂട്ടിപ്പിടിക്കണേ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് നീ മറുപടിയാകണേ. ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് നീ പ്രതിവിധിയാകണേ. ഞങ്ങളുടെ നൊമ്പരങ്ങൾക്ക് നീ സ്നേഹത്തിൻ്റെ തൈലമാകണേ. ഞങ്ങളുടെ കടബാധ്യതകൾക്ക് നീ മുതൽക്കൂട്ടാകണേ. നിൻ്റെ മക്കൾക്ക് നിൻ്റെ നാമത്തിൽ നൽകുന്ന ആശീർവാദത്തെ കൈക്കൊള്ളണേ കർത്താവേ. നിൻ്റെ പിതാവിൻ്റെ വലിയ സ്നേഹവും നിൻ്റെ കുരിശിലെ നീ ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ വലിയ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നിൻ്റെ മക്കളുടെ മേലെ നീ വർഷിക്കാൻ കാരണമാകണേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, പുതിയ പെന്തക്കോസ്ത ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തകനായ ദാവീദിൻ്റെ വളരെ പ്രത്യാശയോടുകൂടിയ പ്രാർത്ഥനയാണിത്. ഈ വലിയ ബോധ്യത്തോടെ നമ്മൾ അല്പസമയം കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭവനങ്ങളിലായിരിക്കുന്നവരൊക്കെ ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം. സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ചൊരു ഭവനമായി ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കരമടിച്ച് നമ്മൾ അവനെ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേകിയ നന്മകളൊന്നായി ഓർത്തു പാടിടാം, വല്ലഭനാം നാഥനെ നിത്യം വാഴ്ത്തി പാടിടാം. കർത്താവേകിയ നന്മകളും എല്ലാവരും ഒരുമിച്ച് ഓർത്തു പാടിടാം, വല്ലഭനാം നാഥനേകിയ നാഥനെ നിത്യം വാഴ്ത്തി പാടിടാം. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. അവിടുത്തെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ്
ശാശ്വതമാണ്. എന്റെ കർത്താവിന്റെ കാരുണ്യം, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. സിംഹക്കുട്ടികൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പരിപൂർണമായി ഈ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാടി സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ച് നമ്മൾ പാടുന്നു. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അനുഭവിച്ച് പാടി. അവിടുന്നേകും ഒരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് പാടുന്നു. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം. നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തി നമ്മുടെ ഇടയനായ, നമ്മളെ കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനേകം ഭവനങ്ങളുടെ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ, അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ. ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ വചനം അയച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. കുടുംബ തകർച്ചകൾ പോലെ വേദനിക്കുന്ന അനേകം ഭവനങ്ങളിലേക്ക് കർത്താവേ മഹത്വത്തോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപബന്ധനത്തിന് കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ ആധിപത്യങ്ങൾ ഛിന്നഭിന്നമാകട്ടെ, രോഗശക്തികൾ നിർവീര്യമാകട്ടെ, ശാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, തലമുറകളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടട്ടെ. കർത്താവിന്റെ കൃപ 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 പെരുമഴ പോലെ പെയ്യട്ടെ, പെയ്യട്ടെ. അനേകം ആയിരങ്ങളിൽ പെയ്തിറങ്ങട്ടെ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ ആയിരുന്നു ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ കർത്താവേ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഇവിടെ നിയോഗങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇവിടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് നിറവേറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രോഗികൾ വിടുതൽ പ്രാപിക്കട്ടെ, തലമുറകൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്. ഇതാ ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുടെ മേൽ കർത്താവിന്റെ കരം വരുന്നു. അനേകർ ആത്മാവിൽ നിറയുന്നു, അനേകർ പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കുന്നു, അനേകരിൽ ദൈവത്തിന്റെ കൃപ കത്തിപ്പടരുന്നു. Lord, release. Glory, 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 glory. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. വചനത്തിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം, അഗ്നിയുടെ അഭിഷേകം, വിശുദ്ധിയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, സുവിശേഷ വേല ചെയ്യുവാനുള്ള അഭിഷേകം ഓരോ ആത്മാവിലും ഓരോ കുടുംബങ്ങളിലും നിറയട്ടെ, നിറയട്ടെ. ഫിൽ 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 ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ താഴ്മയോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്ക് അനുഗ്രഹമാണ്. എബ്രായ പുസ്തകം 11-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? വിശ്വാസം മൂലം മോശയുടെ മാതാപിതാക്കൾ അവർക്ക് ജനിച്ച കുഞ്ഞിനെ 3 മാസക്കാലം ഒളിച്ചു വെച്ചു.
ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ പ്രവാചകനാണ് മോശ. ദൈവജനത്തിൻ്റെ വലിയ നേതാവായിരുന്നു മോശ. ഈ മോശയെ നമുക്ക് ലഭിക്കുവാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം മോശയുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തെ കർത്താവ് വളരെയധികം വിലമതിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ വിശ്വാസം ഉന്നതമാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്കിത് പറയാനുണ്ട്. അനേകർ വന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ട്, സഹോദര, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, അനേകർ പറഞ്ഞിട്ട് ഞങ്ങൾ ആധ്യാത്മികതയിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ അപ്പൻ്റെ വിശ്വാസമായിരുന്നു, എൻ്റെ അമ്മയുടെ കണ്ണുനീരിൽ നിന്ന പ്രാർത്ഥനയായിരുന്നു. മാതാപിതാക്കന്മാരുടെ വിശ്വാസം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാക്കി കർത്താവ് മാറ്റിയിട്ടുണ്ട്. നാം തിരുവചനത്തിലോട്ട് വരിക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അവിടെ 21 മുതൽ വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു കാനാൻകാരി സ്ത്രീ, പാവപ്പെട്ട ഒരു അമ്മയാണ്. ഈ ശുശ്രൂഷയിൽ അനേകം അമ്മമാർ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകളിൽ, ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ തലമുറകളിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. അമ്മമാര് സ്വീകരിച്ചോ? ഈ അഭിഷേകം സ്വീകരിച്ചോ? നിങ്ങളെപ്പോലെ ഒരു അമ്മ കർത്താവിനടുത്ത് എന്ന് പറഞ്ഞു, ഷോയെ, എൻ്റെ മകള് അശുദ്ധാത്മ ബാധിച്ച് കിടപ്പില, നീ അവളെ ഒന്ന് സുഖപ്പെടുത്തണം. ആ അമ്മയുടെ വിശ്വാസം ഈശോ ഒന്ന് പരിശോധിക്കുകയാണ്. അത് ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുത്തണം. കർത്താവ് പറഞ്ഞു, ഞാൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചീത്തയും വിളിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുക, ഇങ്ങനെയാണ് പെരുമാറാന്നും പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെട്ട് തിരിച്ചു പോകും. എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീ കർത്താവിൻ്റെ മുൻപിൽ തന്നെ നിൽക്കുക. അവൾ പറഞ്ഞു, മക്കൾ തിന്നു കഴിയുന്ന അപ്പകഷ്ണങ്ങളുടെ പൊട്ടും പൊടിയും കൊണ്ട് നായ്ക്കളും ജീവിക്കുന്നില്ലേ, അതിലെ ഒരു ചെറിയ കഷ്ണം നീ എനിക്ക് തന്നാൽ മതി. ഈ അമ്മയുടെ വിശ്വാസം കർത്താവിനെ അത്ഭുതപ്പെടുത്തി. കർത്താവിന് അറിയാം അവളുടെ വിശ്വാസത്തിൻ്റെ അളവും ലെവലൊക്കെ. കർത്താവ് അവളെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ തിരുവാക്യം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. വചനം കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. തത്സമയം അവളുടെ മകളിൽ നിന്ന് അശുദ്ധാത്മ വിട്ടുപോയി അവളുടെ മകൾ പൂർണ്ണമായും സൗഖ്യമുള്ളവളായിട്ട് മാറി. ആ കുഞ്ഞ് എങ്ങനെയാ സൗഖ്യം പ്രാപിച്ചത്? ആ കുഞ്ഞിൻ്റെ വിശ്വാസമാണ്, അല്ല അമ്മയുടെ വിശ്വാസം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ തലമുറകളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്താ വചനം പറയുന്നത്? അമ്മമാര് മാത്രമല്ല, അപ്പന്മാര് വിശ്വസിച്ചാലും വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ ദർശിക്കാനായിട്ട് കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ 22 മുതലുള്ള വചനങ്ങളിൽ ഒരു പാവപ്പെട്ട പിതാവ്, ഹൃദയം നുറുങ്ങി ആ അപ്പൻ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. ആ പിതാവിൻ്റെ കൊച്ചുമകള് മരിക്കാറായി കിടക്കുക. അപ്പൻ്റെ പേര് ജായറോസ് എന്നാണ്. അവൻ വലിയൊരു അധികാരിയായിരുന്നു, വലിയ റൂളറാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ജായറോസ് പറയും, ഈശോയെ, നീ വന്ന് എൻ്റെ മകളുടെ മേൽ കൈകൾ വെച്ച് അവളെ സുഖപ്പെടുത്തണമേ. ഒരു അപ്പൻ്റെ ഹൃദയം നുറുങ്ങിയ അപേക്ഷയാണ്. വലിയ വിശ്വാസത്തോടെയാണ് ജായറോസ് തൻ്റെ ഈ ആവശ്യം കർത്താവിനെ അറിയിച്ചത്. വചനം സാക്ഷ്യപ്പെടുത്തുന്നു 24-ാമത്തെ വചനത്തിൽ, യേശു അവൻ്റെ കൂടെ പോയി. ഈ പോണ സമയത്ത് കുറെ പരിചാരകർ വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകള് മരിച്ചുപോയി, നിന്റെ മകള് മരിച്ചുപോയി. ഈ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു അപ്പനായ ജായറോസിന് ഹൃദയം കലങ്ങിയിട്ടുണ്ടാവാം. ഇതിൽ ഹൃദയം കലങ്ങി ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പിതാക്കന്മാരെ കർത്താവ് കാണുന്നുണ്ട്. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പല വിഷയങ്ങളിൽ മാനസികമായി വേദനിക്കുന്ന ഒരുപാട് അപ്പന്മാരെ
ഈ വചന ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നു. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. കർത്താവിൻ്റെ ദൂതാണിത്. ജായറോസിന്റെ പിതാവിനെ നോക്കി ഈശോ പറയും, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇത് പറഞ്ഞുവെങ്കിൽ ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് ഈശോ ഈ വചനം പറയുന്നത്. ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഇത് പറഞ്ഞ് ജായറോസിന്റെ കൈയും പിടിച്ച് കർത്താവിന് വീട്ടിലോട്ട് പോയി. ആ വീട്ടിൽ കർത്താവ് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് പേര് കരഞ്ഞ് ബഹളം വയ്ക്കുന്നു. കുടിലുത്തുകാരുണ്ട്, വാദ്യമേളങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ കർത്താവ് അവരെയെല്ലാം പുറത്താക്കി. ആ അപ്പന്റെ വിശ്വാസത്തെ കർത്താവ് മാനിക്കുകയാണ്. മരിച്ചുപോയ ആ ബാലികയുടെ കൈക്ക് പിടിച്ച് കർത്താവ് അവളോട് പറഞ്ഞു, ബാലികേ എഴുന്നേൽക്ക്, തളിത്താക്കും. ജീവന്റെ നാഥൻ കരം പിടിച്ചപ്പോൾ മരണം മാറി, ജീവൻ വെളിപ്പെട്ടു. വചനം പറയുന്നു, തൽക്ഷണം ആ കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചേ. ഈ മരിച്ചുപോയ ഈ പെൺകുട്ടി ഇവൾ ജീവനിലേക്ക് തിരിച്ചു വന്നത് ആ കുഞ്ഞിന്റെ വിശ്വാസം മൂലമല്ല, അപ്പന്റെ വിശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്ക് അനുഗ്രഹമാണ്, തലമുറകൾക്ക് അഭിഷേകമാണ്. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു അനുഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബം. അവർ രണ്ടുപേരും കോളേജ് അധ്യാപകരാണ്, ഭാര്യയും ഭർത്താവും. ദൈവം അവർക്ക് ദാനമായി 2 മക്കളെ കൊടുത്തു. 2 ആൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകൻ്റെ പേര് ജോർജി, രണ്ടാമത്തെ മകൻ്റെ പേര് ജോണി. ഈ കുടുംബത്തിന് പ്രത്യേകത, ഇവർ മാതാപിതാക്കൾ എന്ന നിലയിൽ തികഞ്ഞ ദൈവഭക്തരാണ്. വളരെ കമ്മിറ്റഡ് ആണ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ. ഈ 2 ആൺമക്കളും അവരും തികഞ്ഞ ദൈവഭയമുള്ളവരാണ്. എപ്പോഴും ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപൃതരാകുന്നു. ധ്യാനങ്ങൾ വന്നാൽ, കൺവെൻഷനുകൾ വന്നാൽ, മറ്റാത്മീയ ശുശ്രൂഷകൾ വന്നാൽ ഒരു പരാതിയുമില്ലാതെ വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാതെ പലപ്പോഴും എൻ്റെ ഹൃദയം നിറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അനേകം യുവജനങ്ങളെ കർത്താവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ അവരെല്ലാം ഓർത്ത് ഈ നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാണ്. എന്നാൽ ഈ മാതാപിതാക്കന്മാരുടെ വിശ്വാസം ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. മൂത്ത മകൻ ജോർജി നല്ല രീതിയിൽ അവൻ്റെ പഠന മേഖലയെ കർത്താവ് അനുഗ്രഹിച്ചു. ബിടെക് ഡിഗ്രി കർത്താവ് കൊടുത്തു. ഇന്ന് എംടെക്കിന് ജോർജി അമൽ ജ്യോതി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ജോണി, അവനെക്കുറിച്ച് അല്പമായി നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവൻ കുഞ്ഞുനാളിൽ തന്നെ വലിയ വിശുദ്ധിയോടെ ദൈവഭയത്തോടെ ജീവിച്ച ഒരു ദൈവ പൈതലാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എക്സാമിന് സമയത്താണെങ്കിൽ പോലും അവൾ സുവിശേഷ വേല ചെയ്യുമായിരുന്നു, ദൈവരാജ്യത്തിന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. വെക്കേഷൻ സമയമായി കഴിഞ്ഞാൽ 2 മാസം ഫുൾ ടൈം അവർ ഈ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേല ചെയ്യാണ്. ആ കുഞ്ഞിനെ ദൈവം ആദരിച്ചു. അവൻ SSLC പഠിച്ചത് സെൻട്രൽ സിലബസിലാണ്. ആ സിലബസിൽ 98% മാർക്ക് കൊടുത്ത് കർത്താവ് ജോണി അനുഗ്രഹിച്ചു. മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കളുടെ പഠന മേഖലകളിൽ, ആത്മീയ കാര്യങ്ങളിൽ, ജീവിത വിശുദ്ധിയിൽ, ഭാവിയോടുള്ള ബന്ധത്തിലെല്ലാം കർത്താവ് വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റും. ജോണി ഓൾ കേരള ലെവലിൽ എഞ്ചിനീയറിംഗിന് 61ാമത്തെ റാങ്ക് കർത്താവ് കൊടുത്തു. ഇന്ന് ജോണിയെ വെസ്റ്റ് ബംഗാളിൽ ഗാരഖ്പൂരിലുള്ള IITയിൽ കർത്താവ് എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ അനുഗ്രഹം പ്രാപിക്കാനുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ മാതാപിതാക്കന്മാരുടെ വിശ്വാസം. ഇവരൊക്കെ പഠനത്തിൽ ആവറേജ് പിള്ളേരായിരുന്നു. എന്നാൽ മാതാപിതാക്കന്മാരുടെ വിശ്വാസം ദൈവസന്നിധിയിൽ അത് പ്രകടമായപ്പോൾ കർത്താവ് അവരുടെ തലമുറകൾ അനുഗ്രഹിച്ചു. പഠിക്കാനുള്ള ജ്ഞാനം കൊടുത്തു, അഭിഷേകം കൊടുത്തു. ജീവിത വിശുദ്ധിയിൽ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ, സുവിശേഷ ദർശനത്തിൽ അവരെ വളർത്തുവാൻ പ്രത്യേകമായ കൃപ ആ മക്കൾക്കും കുടുംബത്തിനും കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ദാനമായി നൽകിയ തലമുറകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കത്തിജ്വലിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടണം. ഏത് സാഹചര്യങ്ങളിലും കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറയുവാനും
കർത്താവിനുള്ള ആശ്രയത്വത്തിൽ വളരുവാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ തലമുറകളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കൾക്ക് അനുഗ്രഹമായി മാറുന്നുവെങ്കിൽ മറ്റൊരു തലവും നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കന്മാരുടെ അവിശ്വാസം, മാതാപിതാക്കന്മാരുടെ അന്ധവിശ്വാസം, മാതാപിതാക്കന്മാരുടെ അല്പവിശ്വാസം മക്കൾക്ക് കെണിയായി പലപ്പോഴും തകർച്ചയായിട്ട് മാറും. പക്ഷെ മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു അപസ്മാര രോഗി, ശ്വാസിച്ച ഒരു ബാലൻ. ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈശോയുടെ അടുത്ത് വന്ന് ഈ അപ്പൻ പരാതി പറയാണ്. കർത്താവ് ഈ അപ്പനോട് ചോദിച്ചു, ഈ രോഗത്തിൽ നിന്ന് നിന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഈ സമയത്ത് ഈ അപ്പൻ വിളിച്ചു പറയും, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. അപ്പം അത്രയും നാൾ ഈ കുഞ്ഞ് സൗഖ്യത്തിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം അപ്പൻ്റെ അവിശ്വാസമായിരുന്നു. മാതാപിതാക്കന്മാരുടെ അവിശ്വാസം മക്കളിലേക്ക്, തലമുറകളിലേക്ക് ഒഴുകപ്പെടുന്ന അനേകം അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. അതിനാൽ പ്രിയ പിതാവേ, മാതാവേ, ഒരു പരിപൂർണ്ണ സമർപ്പണത്തിലോട്ട് വാ. നിങ്ങളുടെ തലമുറയുടെ ഭാവി നിങ്ങളുടെ കരങ്ങളിലെ കർത്താവ് ഏൽപ്പിച്ചിരിക്കണം. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ജീവിത വിശുദ്ധിയും നിങ്ങളുടെ സമർപ്പണം പോലെ നിങ്ങളുടെ മക്കളിൽ, തലമുറകളിൽ ഈ അഭിഷേകവും ദൈവപ്രവൃത്തിയും വെളിപ്പെടും. ഈ മെസ്സേജ് കർത്താവ് നമുക്ക് നൽകുമ്പോൾ പൂർണ്ണമായും ഈ വചനത്തോട് വിധേയപ്പെട്ട് കർത്താവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ പരിപൂർണമായും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യസഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി